നിയമസഭാ സമ്മേളനം വെട്ടിച്ചുരുക്കുന്നതുമായി ബന്ധപ്പെട്ട് കാര്യോപദേശക സമിതി യോഗത്തിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ രൂക്ഷമായ വാക്പോര് നടന്നു. ജാഥ നടക്കുന്നതുകൊണ്ട് സർക്കാർ സഹകരിക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യത്തിന് നിങ്ങൾ വലിയ സഹകരണമാണല്ലോ നൽകുന്നത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇത്തരം വർത്തമാനങ്ങൾ വേണ്ടെന്ന് പരസ്പരം ഇരുവരും യോഗത്തിൽ പറഞ്ഞു. സലീം മാലിക് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സലീമ, എന്തൊക്കെയാണ് കാര്യോപദേശക സമിതി യോഗത്തിൽ നടന്നത്? ഈ പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഒടുവിൽ സർക്കാർ കൂടി അംഗീകരിച്ച് സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ, അല്ലേ? വിജയകുമാർ, പ്രതിപക്ഷത്തിൻ്റെതുൾപ്പെടെയുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയതെങ്കിലും ഈ കാര്യോപദേശക സമിതിയിൽ രൂക്ഷമായ വാക്പോരായിരുന്നു പ്രതിപക്ഷ നേതാവും ഒപ്പം മുഖ്യമന്ത്രിയും തമ്മിൽ അരങ്ങേറിയത്. പ്രതിപക്ഷം ഈ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കണമെന്ന ആവശ്യം ഉന്നയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സമരാഗ്നി എന്ന പേരിലുള്ള സംസ്ഥാന യാത്ര അവർ നടത്തുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു. 9-ാം തീയതി മുതലാണ് ജാഥ ആരംഭിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി സഹകരിക്കണം എന്നുള്ളതായിരുന്നു, സർക്കാർ കൂടി സഹകരിക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യം. എന്നാൽ നിങ്ങൾ നല്ല സഹകരണമാണല്ലോ എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രിയുടെ അതിനുള്ള മറുപടി. അതുകൊണ്ട് തന്നെ അമ്മാതിരി വർത്തമാനം ഇങ്ങോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് തിരിച്ചും ഇത്തരത്തിലുള്ള വർത്തമാനം ഇങ്ങോട്ടും വേണ്ട എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ മറുപടി. അങ്ങനെ ഏറെ നേരം ആ വാക്പോര് നീണ്ടു. ഒടുവിൽ പ്രതിപക്ഷം ഈ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒപ്പം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടി അടുത്തു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് നിമിഷവും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാമെന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സഭാ സമ്മേളനം വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഫെബ്രുവരി 15-നാണ് സഭാ സമ്മേളനം അവസാനിക്കുക എന്നുള്ളതാണ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരമുള്ളത്. മാത്രമല്ല 2-ാം തീയതി ഫെബ്രുവരി 2-ന് ബജറ്റ് അവതരിപ്പിക്കണം എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം അംഗീകരിച്ചില്ല. ഫെബ്രുവരി 5-ന് നേരത്തെ നിശ്ചയിച്ചതിന് പ്രകാരം ഫെബ്രുവരി 5-ന് തന്നെയായിരിക്കും ഈ ബജറ്റ് ഉണ്ടാവുക. അതിനുശേഷം പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച ഫെബ്രുവരി 12 മുതൽ 15 വരെ ബജറ്റിന്മേലുള്ള ചർച്ച. അതിനുശേഷം വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കി 15-ന് സഭ അനിശ്ചിതകാലത്തേക്ക് പിരിയും എന്നുള്ളതാണ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. വിജയകുമാർ, കാര്യോപദേശക സമിതി യോഗത്തിൽ വലിയ തർക്കമുണ്ടായി എങ്കിലും പ്രതിപക്ഷത്തിന്റെ ആവശ്യം കൂടി കണക്കിലെടുത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ സമ്മേളനം വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ അവിടെ നടന്നു എന്നാണ് സലീം മാലിക് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്ത്.